സക്സസ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫെയർ ഷോർട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 പാരീസ് ഒളിമ്പിക്സിന്റെ മഹത്തായ പരിപാടി പാരീസിലെ ഏത് നദിയിലാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്? സീൻ നദി. അടുത്തിടെ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ചരിത്രപരമായ മൊയ്തങ്ങൾ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? അസം. ഇന്ത്യയും ആസിയാനും തമ്മിലുള്ള 2024 വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യമേത്? ലാവോസ്. അടുത്തിടെ ഏത് രാജ്യവുമായി ചേർന്നാണ് ഇന്ത്യ ഒരു സാങ്കേതിക സുരക്ഷാ സംരംഭം ആരംഭിച്ചത്? യുണൈറ്റഡ് കിങ്ഡം. മോഡൽ സ്കിൽ ലോൺ സ്കീം അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത കേന്ദ്രമന്ത്രി ജയന്ത് ചൌധരി. ഇന്ത്യയിലെ ആദ്യത്തെ സംയോജിത കാർഷിക കയറ്റുമതി സൗകര്യം ഏത് സ്ഥലത്താണ് സ്ഥാപിക്കുന്നത്? ജവഹർലാൽ നെഹ്റു തുറമുഖം. 2027 മാർച്ച് 31-നകം രാജ്യത്തുടനീളം എത്ര പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി കേന്ദ്രങ്ങൾ തുറക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്? 25,000. സൗദി അറേബ്യയിലെ അംബാസഡറായി സേവനമനുഷ്ഠിക്കുമ്പോൾ യമനിലെ ഇന്ത്യൻ അംബാസഡറായി ഒരേ സമയം അംഗീകാരം നേടിയതാര്? സുഹേൽ അജാസ് ഖാൻ. മെട്രോ റെയിൽ കണക്ടിവിറ്റി വിപുലീകരിക്കുന്നതിനായി ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിൽ നിന്ന് $200 മില്യൺ വായ്പാ അനുമതി ലഭിച്ച പദ്ധതി ഏത്? നാഗ്പൂർ മെട്രോ. എത്ര PM മെഗാ ഇന്റഗ്രേറ്റഡ് ടെക്സ്റ്റൈൽ റീജിയൻ ആൻഡ് അപ്പാരൽ പാർക്കുകളുടെ വികസനത്തിനാണ് സർക്കാർ അംഗീകാരം നൽകിയത്? ആകെ തുക എത്ര? 7 പാർക്കുകൾ, 4,445 കോടി. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.